ുള്ളത് വളരെ വ്യക്തമാണ്, പറഞ്ഞത് വ്യക്തമാണ്, ഒരു മാറ്റവും ഇല്ല. നേരത്തെ പറഞ്ഞ സലാം സുല്ലമിയുടെ ആരോപണം, ആ സലാം സുല്ലമിയുടെ ആരോപണങ്ങൾക്ക് നാസർ ഒലവക്കോട് പറഞ്ഞ മറുപടി, ആ മറുപടിയിലാണ് ലേഖനുള്ളത്. അവിടെ സലാം സുല്ലമി ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ലാഹ് ഉണ്ട്, അൽ ഇസ്ലാഹില്ല. ഇതൊക്കെ മൊത്തത്തിൽ അദ്ദേഹം കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കേണ്ടത് എന്താണെന്ന് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആണ്, ഈ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യമെങ്കിൽ അടുത്തയാൾക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. മൈക്ക് പറയണെങ്കിൽ മൈക്ക് ആ പേപ്പർ തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ വായിച്ചു തരാം. നിങ്ങളുടെ പേപ്പർ തിരിച്ചു തരും, നിങ്ങൾ ബേജാറാവേണ്ടതില്ല. തരും. നിങ്ങൾക്ക് എന്താണ് ഇതിന്ന് അറിയാനുള്ളത്? അതിൽ പറഞ്ഞിരിക്കുന്നത്, വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, സ്വഹീഹായ റിജാലുകളുള്ള, അതായത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിജാലുകളുള്ള ഹദീസാണ് അൽബാനി അബൂ യഅലയിൽ നിന്ന് സിൽസിലയിൽ കൊടുത്തിരിക്കുന്നത്. ശരി, ഇരിക്കും. നിങ്ങളോട് ഉത്തരം പറയും. ഇവിടെ നിങ്ങൾ ഉത്തരം കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം എന്നാണ് പറയാം. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഉത്തരം തരും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വായനയിൽ സംഭവിച്ച ഒരു അബദ്ധം സംഭവിച്ചാൽ അത് അംഗീകരിക്കുന്നതാണ് ശരി. കാരണം ഈ ഇസ്ലാഹിന്റെ ലക്കം ഇത് 2-ാം ലക്കമാണ്, ഇതിന്റെ 1-ാം ലക്കവും വായിച്ചാൽ മനസ്സിലാവും എന്തിനാണ് ഇത് എഴുതിയത്. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും മലയാളം. സുല്ലമിയുടെ ആരോപണം വിഡിത്തമാണ് എന്നെഴുതി സുല്ലമിയുടെ ആരോപണം കൊടുക്കുകയാണ് ഇദ്ദേഹം വായിച്ച ഭാഗം. എന്നിട്ട് അടുത്ത ഭാഗം എന്താണെന്നറിയോ? സിഡിയിൽ ഖുറാഫികൾ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ. എന്നിട്ട് പറയാ, സലാം സുല്ലമി ശബാബിൽ എഴുതിയ മറ്റ് 3 നുണകൾ വിശദീകരിക്കുന്നതിന് മുമ്പായി സംവാദത്തിൽ നടന്ന ചർച്ചകളെ കുറിച്ച് അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നുണകളും മറ്റു നുണകളൊക്കെ വിശദീകരിക്കാണ്. അതാണ് നാസറിന്റെ ഭാഗം. സലാം സുല്ലമിയുടെ ആരോപണമാണ് സലാം സുല്ലമി ഉദ്ധരിച്ച ഭാഗം. സലാം സുല്ലമിക്ക് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആരോപണം എടുത്തു കൊടുത്തതാണ്. അത് അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. സാമാന്യമായി മുജാഹിദുകളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരില്ല. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് ഈ ഉദ്ധരിച്ച ശബാബിന്റെ സലാം സുല്ലമിയുടെ ഏത് ഭാഗത്തു നിന്നാണ് എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിന്റെ 1-ാമത്തെ ലക്കത്തിൽ കൃത്യമായി എവിടെയാണ് മറുപടി പറയുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അത് കാണാത്തോണ്ട് ഈ ലക്കം മാത്രം കൈ കിട്ടിയപ്പോ ഇത് ഇസ്ലാഹി എന്നെ മുജാഹിദുകൾ വാദപ്രയോഗം തോറ്റു എന്ന് സമ്മതിക്കാണ് എന്നൊരു ധാരണ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിക്കണല്ലോ. ഇസ്ലാഹ് മാസിക അങ്ങനെ എഴുതില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും ചോദ്യകർത്താവിന് ഉണ്ടാകണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ അത്രേ വിശദീകരിക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇവിടെ നിർദ്ദേശിച്ചതുപോലെ ചോദ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. നിങ്ങളുടെ ചോദ്യം മാത്രം കേൾക്കാനല്ല, അടുത്ത ചോദ്യകർത്താവിന് അവസരം കൊടുക്കും. വീണ്ടും നിങ്ങൾക്ക് അവസരം തരുന്നതാണ്. മറ്റു ചോദ്യകർത്താക്കൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം തരും, അവിടെ ഇരിക്കും. സഹോദര, നിങ്ങൾ ഇരിക്കുക, നിങ്ങൾക്ക് ചാൻസ് തരും. അടുത്ത 2-ാമത്തെ ആൾക്ക് കൊടുക്കും. അയാളും ചോദിക്കട്ടെ, അയാളും ചോദിക്കാൻ വേണ്ടി വരുന്ന അവിടെ ഇരിക്കെ നിങ്ങൾക്ക് തരും ചോദ്യത്തിന്. നിങ്ങൾ അവിടെ ഇരിക്കേ. നിങ്ങൾക്ക് കൃത്യമായ മറുപടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇസ്ലാഹു മാസികയിൽ ആ സംവാദത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന് ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. ആ വിഷയത്തെ നാസർ ഒലുവങ്കോട് എന്ന് പറയുന്ന ലേഖകൻ സലാം സുല്ലമി ഷബാബിൽ കൊടുത്തിരുന്ന, അതായത് ഈ ഭാഗം മുജാഹിദിനെതിരായിട്ട് ഷബാബിൽ സലാം സുല്ലമി കൊടുത്തിരുന്ന ആ ഹദീസിനല്ല ഇല്ലത്ത് എന്നും അവിടെ പറഞ്ഞത് തെറ്റിയതാണ് എന്ന് പറയുന്ന ലേഖനത്തിന് വിരുദ്ധമായിട്ട് നാസർ ഒലുവങ്കോട് ഇസ്ലാഹു മാസികയിൽ ആ ഹദീസിന്റെ റിജാലുകളെ കുറിച്ചിട്ട്, അതായത് സ്വഹീഹൈനിയിൽ പറഞ്ഞിട്ടുള്ള റിജാലുകളെ കുറിച്ചിട്ട് അബദ്ധം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സ്വഹീഹൈനിൽ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിനെ കുറിച്ചല്ല അവിടെ അൽബാനി ഇല്ലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് കൂടാതെ കണ്ട് രണ്ടാമത്തത്, ഖുറാഫികളുടെ 2-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയവേ തന്നെ എല്ലാ സനദും വായിച്ചാൽ ന്യൂനത കാണിച്ചു തരാമെന്ന് ഹനീഫ മൗലവി പറഞ്ഞിരുന്നു. എന്നാൽ 6-ാമത്തെ ചോദ്യത്തിലാണല്ലോ ഖുറാഫി പണ്ഡിതൻ അൽബാനിയുടെ ഗ്രന്ഥം വായിക്കുന്നത്. അൽബാനിയിലെ പ്രസ്തുത ഹദീസിനെ കുറിച്ചല്ല
കുറിച്ചല്ല ഹനീഫ മൗലവി ഇവിടെ പരാമർശിക്കുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ വരവുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസും വായിച്ചാൽ ന്യൂനത ചൂണ്ടിക്കാണിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ ഈ സംവാദം തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അൽബാനിയുടെ ഗ്രന്ഥത്തിന്റെ പേര് വായിപ്പിച്ചത് അത് സ്വഹീഹായ ഹദീസുകൾ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് അൽബാനിയെ കുറിച്ചിട്ട് നാസറുൽ കൂടെ എഴുതിയിരിക്കുന്നു. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചോദിച്ചത്. അതുകൂടാതെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ഹദീസിനെ കുറിച്ചിട്ടല്ല, അതായത് കുന്നത്തേരി സംവാദത്തിൽ അഹ്സനിമാർ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചല്ല ഇല്ലത്ത് പറഞ്ഞത്. അതിന് തൊട്ട് താഴെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള ഹാക്കിമിന്റെ ഹദീസിനെ കുറിച്ചിട്ടാണ് അൽബാനി ഇല്ലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ലേഖകൻ എഴുതിയിരിക്കുന്നു. ലേഖകന്റെ പേര് അമീർ ഒതുക്കുങ്ങൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആ ഹദീസിനല്ല ഇല്ലത്ത്. ഇത് പറയേണ്ട മറുപടി തന്നെയാണ്. ഹലോ, ഇത് ഒരു കാര്യം അഡ്വാൻസ് ആയി പറയാം. ഒന്നെന്താന്ന് ചോദിച്ചാല് ഇവിടെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നില്ല, ചോദ്യത്തിന് അവസരം കൊടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ വളരെ കീപ്പ് ചെയ്യുക. നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യപ്രസക്തമായ ചോദ്യമാണ് വേണ്ടത്. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവസരം കൊടുത്തു. ഇപ്പൊ ഇത്രയും അവസരം കൊടുത്തു. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടു, പറഞ്ഞ മറുപടിയും കേട്ടു. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറുന്നതിൽ അദ്ദേഹം ഭയക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും അത് കണ്ടുകൊണ്ട് വേണം ഇടപെടാൻ എന്ന് ഓർപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുഖാമുഖം മാത്രമല്ല, പല സ്ഥലങ്ങളും കണ്ടവരും ഒരു കാലത്ത് നിങ്ങളെ പോലെ കലക്കാൻ പോയവരൊക്കെ ആയതുകൊണ്ട് ആ ടെക്നിക്കൊക്കെ വളരെ വേഗത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് ആ നിലപാടൊന്നും വേണ്ട. നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞ മറുപടിക്കപ്പുറം അദ്ദേഹത്തിന് ചോദ്യം വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ വിശദീകരിച്ച വിശദീകരണത്തിനപ്പുറം അദ്ദേഹത്തിന്റെ ചോദ്യം വന്നിട്ടില്ല. അദ്ദേഹം ഹദീസ് വായിക്കാൻ പറഞ്ഞു. ഹദീസ് ഞാൻ വായിച്ചു. ഹദീസ് വായിച്ചു എന്ന് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് 2 ഇല്ലത്ത് പറയാൻ കഴിയുമെന്ന് പറഞ്ഞു. ആ 2 ഇല്ലത്ത് ഈ അൽബാനി ഉദ്ധരിച്ച ഹദീസിന് പറയാമോ? പറയാം. അതുപോലെ തന്നെ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ അൽബാനി കൊടുത്ത ഹദീസ് അതിന് 2 ഇല്ലത്ത് പറയാമോ? പറയാം. അപ്പോ 2 ഹദീസിനും 2 ഇല്ലത്ത് പറഞ്ഞു തരാം. ഇനി ഒരു ഇല്ലത്തുമില്ല, ഒരു ന്യൂനതയുമില്ല. അത് സഹീഹ് എന്ന നിലയിൽ പരിഗണിച്ചാൽ തന്നെ വിഷയവുമായി ബന്ധമില്ല, അതും പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം നിങ്ങളുടെ ചോദ്യം പോയോ? ഇല്ല. പിന്നെ വീണ്ടും അദ്ദേഹം ഒരു ഇസ്ലാഹ് എടുത്ത് സഹീഹാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്താ കാര്യം? അത് പറഞ്ഞല്ലോ. അപ്പോ പിന്നെ ആ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്ത്? നിങ്ങൾ സഹീഹാണെന്ന് വരുത്തി തീർത്താലും ആ ഹദീസിന്റെ ഉദ്ദേശം എന്താ? സഹീഹാണെന്ന നിലയിൽ വന്നാൽ എന്താ മനസ്സിലാക്കാൻ കഴിയാ? അതും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇനി ഇല്ലത്തുണ്ടെന്ന് തെളിയിക്കാമോ? അതും തെളിയിച്ചേരാ. 2 തെളിയിച്ചേരാ. 2 ഹദീസിനും ഇല്ലത്ത് തെളിയിക്കാമോ? 2 ഹദീസിനും ഇല്ലത്ത് തെളിയിക്കാം. 2 ഇല്ലത്ത് 2നും തെളിയിക്കാമോ? 2 ഇല്ലത്ത് 2നും തെളിയിക്കാം. അപ്പോ സിൽസിലയിൽ സഹീഹ എന്ന നിലയിലല്ലേ ഉദ്ധരിച്ചത് ആര്? അൽബാനി. അതെ, തീർച്ചയായും. ആരാ സംശയം പറഞ്ഞത്? സിൽസില എന്ന കിതാബിലല്ല, ലൈഫ എന്ന കിതാബിൽ, സിൽസിലത്തു അഹാദീസിൽ ലൈഫ എന്ന കിതാബിലാണ്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? സിൽസിലത്തു അഹാദീസ് സഹീഹ എന്ന കിതാബിൽ തന്നെയാണുള്ളത്. അതിനാ നേരത്തെ വിശദീകരിച്ചത്. അൽബാനിയുടെ ഈ വിശദീകരണങ്ങൾ അദ്ദേഹം സഹീഹാക്കിയതിനെ അദ്ദേഹം ലൈഫായി കണ്ടതും അദ്ദേഹം ലൈഫാക്കിയതിനെ സഹീഹായി കണ്ടതുമായ ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. ആ വിഷയം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെങ്കിൽ, എന്റെ ബഹുമാന്യ സുഹൃത്തിന് അറിയില്ലെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക എന്ന അവസരങ്ങളുണ്ട്. ആ അൽബാനിയുടെ മടങ്ങലുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെ കുറിച്ചൊന്ന് വായിക്കുക, പഠിക്കുക എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ കുന്നത്തേരി സംവാദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ മുഖാമുഖത്തിൽ വളരെ കൃത്യമായി വിവരമുള്ള, അറിവുള്ള, കിതാബ് വായിക്കുന്ന ആ പണ്ഡിതൻ വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുകയും വിശദീകരണം പറയുകയും ചെയ്ത വിഷയമാണ്. ഇപ്പോഴും അദ്ദേഹം ചോദിച്ചപ്പോൾ 2 രൂപത്തിലും മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഹദീസിനെ സംബന്ധിച്ച് 2 രൂപത്തിലും മറുപടി കഴിഞ്ഞു. ഒന്ന് സഹീഹ് എന്ന വ്യൂവിൽ നിന്നുകൊണ്ട്, 2 ഇല്ലത്ത് എന്ന വ്യൂവിൽ നിന്നുകൊണ്ട്. ആ 2 ഇല്ലത്തും കാണിക്കാമോ? കാണിച്ചു തരാം. ആ കിതാബ് കാണിക്കാമോ? കാണിച്ചു തരാം. വിശദീകരണം പറയാമോ? പറഞ്ഞു തരാം. അപ്പോൾ ഏതായിരുന്നാലും ആ വിഷയത്തിലുള്ള മറുപടി പരിപൂർണമായി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ചോദ്യം പോകുമെങ്കിലാണ് നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുക. അതല്ലാതെ അടുത്ത ചോദ്യകർത്താവ് നിങ്ങൾ വഴിമുടക്കിയാകരുത്. അടുത്തൊരു ചോദ്യകർത്താവ് നിങ്ങളെപ്പോലെ ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ പുറകിൽ ഒരാളുണ്ട്, അയാൾക്ക് അവസരം കൊടുക്കൂല, എനിക്ക് ചോദിച്ചാൽ മതി, ഞാൻ മാത്രം ചോദിച്ചാൽ മതി എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾ ധരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ചോദിച്ചു, പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് മുന്നേറ്റമില്ല. നിങ്ങളുടെ ചോദ്യത്തിന് മുന്നേറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ 100 ചോദ്യം ചോദിച്ചോ, ഇത് കഴിഞ്ഞവർ ചോദിച്ചോ. പക്ഷെ നിങ്ങളുടെ മുന്നേറ്റം നിങ്ങൾ പിന്നോട്ടാ പോണ ചോദ്യം. അപ്പോ പറഞ്ഞ മറുപടിയെ